ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്ന കൊല്ലത്തെ അസാധാരണ സൈബർ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജിതിനെ കുടുക്കിയ തട്ടിപ്പിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കോടി പോയത് ട്രേഡിംഗ് കമ്പനി അക്കൗണ്ടിലേക്ക്. ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് കമ്പനിയുടെ മറവിലാണ് തട്ടിപ്പ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ അക്കൗണ്ട് ഉപയോഗിച്ചാണ് തട്ടിപ്പ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. വിവരങ്ങളുമായി ഷമീർ അബ്ദുള്ളാണ് ചേരുന്നത്. ഷമീർ, അതിനിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തുവിടുന്നത്. ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. സ്വാതി, 81 29 86 90 77 എന്ന നമ്പർ കൊല്ലം രാമകുളങ്ങര സ്വദേശി ജിതിനാണ് ഉപയോഗിച്ചിരുന്നത്. ഈ നമ്പർ 2015 എടുത്ത ശേഷം പിന്നീട് 2019 ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ നമ്പർ 2024 ജൂലൈ മാസം 16-ാം തീയതി ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് എന്ന കമ്പനിയുടെ പേരിൽ സർവീസ് പ്രൊവൈഡർ ആക്ടിവേറ്റ് ചെയ്ത് നൽകുകയാണ്. അതായത് പുതിയ ID പ്രൂഫിലേക്ക് മാറ്റി നൽകുകയാണ് ചെയ്തത്. ഈ ലാറ്റെ ലൈഫ് കമ്പനി പിന്നീട് ചെയ്തത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിഞ്ഞാലിക്കുട ബ്രാഞ്ചിൽ നിന്നും 5500 രൂപ നൽകി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ഈ നമ്പർ ഉപയോഗിച്ച് അതിൻ്റെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം ഈ അക്കൗണ്ടിലേക്ക്, അതായത് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത 2024 ജൂലൈ 18-ന് 5500 രൂപ ഇട്ടു. ഇതിനുശേഷം ഈ അക്കൗണ്ടിലേക്ക് ഒരു മാസം പിന്നിട്ടതോടെ ലക്ഷങ്ങൾ എത്താൻ തുടങ്ങി. അത് പിന്നീട് കോടികളായി മാറി. അതായത് സെപ്റ്റംബർ മാസം എത്തുമ്പോൾ 3,79,00,000 രൂപ ഈ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. ഇത് ഓൺലൈൻ ട്രേഡിങ്ങിനായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്തത്. ഈ പണം അയച്ചിരിക്കുന്നത് ഏതാണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഈ ഓഹരി നിക്ഷേപത്തിനായി ഈ പണം ഈ അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നത്. തെലങ്കാന സ്വദേശിയായ സുമൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെലങ്കാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സിമ്മിൻ്റെ ആദ്യ ഉടമസ്ഥനായ ജിതിനെ പോലീസ് പിടികൂടുകയും അന്യായമായി അദ്ദേഹത്തിനെ 8 ദിവസം തെലങ്കാനയിലെ ജയിലിൽ കൊണ്ട് അടയ്ക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം അയാൾ നടത്തുകയും ചെയ്യുകയാണ്. എന്തായാലും തൃശ്ശൂരിലെ ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് എന്ന കമ്പനിയുടെ ഉടമകളായ റിസൽദാർ അബ്ദുൾ റസാഖ്, നീതു എന്നിവരാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യാനോ ഇവരെ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാനോ തെലങ്കാന പോലീസ് തയ്യാറായിട്ടില്ല. എന്തായാലും ഈ തട്ടിപ്പിന് ഈ ലാറ്റെ ലൈഫ് എന്നുള്ള കമ്പനി ഇപ്പോഴും തൃശ്ശൂരിലെ ഇരിഞ്ഞാലിക്കുട മുകുന്ദപുരത്ത് ഇപ്പോഴും അത് പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ ഇതിൻ്റെ ഉടമകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിഞ്ഞ. അവരുടെ സുഹൃത്തായ അനിൽകുമാറാണ് ഇത്തരത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കൊടുക്കുകയും ഈ സിം എടുത്തു നൽകുകയും ചെയ്തിരിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഇവർ പറയുന്നത്. എന്തായാലും ഈ അനിൽകുമാറിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അനിൽകുമാർ ആരാണെന്നോ അതുപോലെ ഈ പറയുന്ന റിസൽദാർ അബ്ദുൾ റസാഖിനെയോ നീതുവിനെയോ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. തെലങ്കാന പോലീസ് തയ്യാറാകാതെ ഈ സിമ്മിൻ്റെ ആദ്യ ഉടമകളായ സ്വാതിയെയും അതുപോലെ സ്വാതിയുടെ ഭർത്താവായ ജിതിനെയും അകാരണമായി കൊല്ലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഈ ജിതിനെ 7 ദിവസം തെലങ്കാന ജയിലിൽ അടയ്ക്കുകയും ചെയ്തതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഏതായാലും ബാങ്കിന് ഇതിലെ ട്രാൻസാക്ഷൻ അസ്വാഭാവികത തോന്നിയതോടുകൂടി ബാങ്ക് ഈ അക്കൗണ്ട് പെട്ടെന്ന് മരവിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഈ ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് എന്ന കമ്പനിയുടെ മറവിലാണ് ഈ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് നടത്തുകയും ഒരു ചെറുപ്പക്കാരൻ ഒരു സിം കാർഡ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെടുകയും സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ അയാളുടെ ജോലിയിൽ നിന്നും അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും അയാൾക്ക് ജോലി പ്രവേശിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അയാൾ കള്ളനാവുകയും ചെയ്തു. എന്തായാലും ഈ ലാറ്റെ ലൈഫ് കമ്പനിയുടെ ഉടമകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ ആവശ്യം. എന്തായാലും സംസ്ഥാന പോലീസിനും അതുപോലെ കോടതിയെയും സമീപിക്കാനാണ് ജിതിൻ്റെ തീരുമാനം. സ്വാതി. ശരി ഷമീർ, എന്തായാലും വലിയൊരു തട്ടിപ്പിന്റെ വിവരമാണ് ന്യൂസ് മലയാളത്തിലൂടെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. കൊല്ലത്തെ അസാധാരണ തട്ടിപ്പിൽ, സൈബർ തട്ടിപ്പിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജിതിനെ കുടുക്കിയ തട്ടിപ്പിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ 3 കോടി പോയത് ട്രേഡിംഗ് കമ്പനി അക്കൗണ്ടിലേക്ക്. ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് കമ്പനിയുടെ മറവിലാണ് തട്ടിപ്പ് എന്നുള്ളതാണ് ആ വിവരങ്ങൾ.